റീൽസ് ഇനിയും തുടരുന്ന പറയുന്നത്. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഈ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ആ മുതൽ ഷാ വരെ ഒരു ബന്ധവും സംസ്ഥാന ഗവൺമെന്റ് അത് സമ്മതിച്ചാൽ മതി. ഒരു ബന്ധമില്ല. ഇപ്പൊ സമ്മതിച്ചില്ല. ആ മുതൽ ഷാ വരെ ഒരു ബന്ധമില്ല. എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞു ഇനി റീലിടുമെന്ന് പറഞ്ഞു. റീലിടേണ്ടത് ഒരു 50 സ്ഥലത്തെങ്കിലും കേരളത്തിൽ വിള്ളൽ, ആ വിള്ളലിന്റെ സ്ഥലത്ത് പോയിട്ട് അതേ റീലിട്ടാൽ കുറെ കൂടെ മനോഹരമായിരിക്കും. റീല് നിർത്തണ്ട, റീല് നിർത്തരുത്. എവിടെയൊക്കെയാണ് വിള്ളൽ വീണിരിക്കുന്നത്, കുരിയാട് മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ ഒരു 50ഓളം സ്ഥലങ്ങളിൽ ഹൈവേയിൽ വിള്ളൽ വീണിട്ടുണ്ട്. അവിടെയൊക്കെ പോയി അദ്ദേഹം റീലെടുത്ത് ആ റീല് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണട്ടെ. ഇതെന്താ അറിയാമോ, നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയാണ്. യഥാർത്ഥത്തിൽ പാലാരിവട്ടം പാലത്തെക്കുറിച്ചൊരു റിപ്പോർട്ടാണ് വന്നത്, ഒരു അപാകതയുണ്ടെന്ന് അല്ലേ. പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് അതിന്റെ ടാറിങ് വരെ നടത്തിയത്. എന്നിട്ട് ആ അപാകത ഉണ്ടെന്നുള്ളതിന്റെ പേരിൽ പാലം ഇടിഞ്ഞൊന്നും വീണില്ല. അന്നത്തെ മന്ത്രിക്കെതിരെ വരെ വിജിലൻസ് കേസ് എടുത്ത സർക്കാരാണ്. മന്ത്രിയായിരുന്ന ആൾക്കെതിരെ വരെ വിജിലൻസ് എടുത്ത സർക്കാരാണ്. ഇതിപ്പോ കേന്ദ്രത്തിന്റെ ആരെ പറ്റി അന്വേഷിക്കണ്ട, ഒന്നും ചെയ്യണ്ട. വിള്ളൽ അടച്ചാൽ മതി, വിള്ളൽ ടാർ ചെയ്താൽ മതി. വലിയ മഴ വരാൻ പോകുന്നേ ഉള്ളു, വലിയ വിള്ളൽ കാണാൻ പോവാണ്. അപ്പൊ ഇവര് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കി. അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടി സർക്കാരിനാണ്. രണ്ടാമത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെ പൂർണ്ണമായ ക്രെഡിറ്റ് ഇവരെടുക്കാൻ നോക്കി. അതിന് 4ാം വാർഷികത്തിൽ അതിന് വിള്ളൽ വീണു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമെന്നാണ് മന്ത്രിക്ക് പരാതി. ഞങ്ങൾക്ക് സന്തോഷമല്ല, ഞങ്ങളിത് നേരത്തെ പറഞ്ഞതാണ്. MP-മാർ ഉൾപ്പെടെയുള്ള ഞാനടക്കമുള്ള ആളുകൾ ഈ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയമാണ്, അപാകതയുണ്ട് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടതിന് മുമ്പ് ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് ഇത് അപകടമാണെന്ന്. അന്ന് ഇത് ഇലക്ഷന് മുമ്പ് ഇത് നടത്തി. ഞങ്ങളാണ് കൊണ്ടുവന്നത്. 8 കാലി മമ്മൂഞ്ഞാവാൻ ചമഞ്ഞതാണ് വിഴിഞ്ഞം കാര്യത്തിലും ഈ തുറമുഖത്തിന്റെ ഈ റോഡിന്റെ കാര്യത്തിലും. അതാണ് 4ാം വാർഷികത്തിൽ പൊളിഞ്ഞ് താഴെ വീണത്. അപ്പൊ റീല് അതിന്റെ ഈ പൊളിഞ്ഞ് താഴെ വീണേന്റെ റീൽ. റോഡൊക്കെ പൊളിഞ്ഞു. പക്ഷെ മന്ത്രി പറയുന്നത് UDF ഇതിന് തുരങ്കമുഖ്യാണ്, മാറ്റത്തിന്റെ തുരങ്കമുഖ്യാന്നൊക്കെ മന്ത്രി ആരോപിച്ചു. ഞങ്ങൾ ഏത് കാര്യത്തിലാണ്, ഞങ്ങൾ ഒറ്റ കാര്യത്തിലാണ് എതിരെ നിന്നിട്ടുള്ളത്. കേരയിൽ അത് കേരളത്തിനെ പാരിസ്ഥിതികമായി തകർക്കും, സാമ്പത്തികമായി തകർക്കും. ഞങ്ങളൊരു നിലപാടെടുത്തു. ആ നിലപാടിൽ നിന്നല്ലോ നിലപാടിൽ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നില്ലേ, ഊരിയെറിഞ്ഞില്ലേ കുറ്റികൾ. അല്ലാതെ ഏത് കാര്യത്തിലാണ് ഞങ്ങൾ എതിരായി നിലപാടെടുത്ത്? 2019 പൂർത്തിയാക്കേണ്ട വിഴിഞ്ഞ 2025 പൂർത്തിയാക്കിയിട്ട് അതിൽ ക്രെഡിറ്റ് എടുക്കുക. ഇതിൽ എന്ത് അവകാശപ്പെടാനുള്ളത്? സർക്കാരിന്റെ എന്ത് കാര്യമാണ് സർക്കാരിന് അവകാശപ്പെടാനുള്ളത്? നിങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കിയെന്ന് പറയും. ഗെയിൽ പൈപ്പ് ലൈൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങുമ്പോൾ ഇപ്പൊ ഈ മന്ത്രിസഭയിലിരിക്കുന്ന ഒരു മന്ത്രി സമരം ചെയ്തുകൊണ്ട് പറഞ്ഞു ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ബോംബാണ് ഗെയിൽ പൈപ്പ് ലൈൻ. ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബോംബാണ്. പിന്നെ വീടുകളിൽ ഗ്യാസ് കൊടുക്കുന്നു. അത് കളമശ്ശേരിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ്. വീടുകളിൽ ഗ്യാസ് മറ്റേ കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി കളമശ്ശേരിയിൽ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ്. ഇങ്ങനെ ക്രെഡിറ്റ് എടുക്കാമോ? 10 കൊല്ലം മുമ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് കേരളത്തിൽ. മന്ത്രിയുടെ ഒരു ആരോപണം വന്നു, DPR മാറ്റം വരുത്താനൊക്കെ ഇടപെടൽ ഗുരുതരമായ ആരോപണമല്ലേ? അത് അന്വേഷിക്കേണ്ടതാണ്. കേന്ദ്രമന്ത്രിയാവുമ്പോൾ ഉത്തരവാദിത്തത്തോടുകൂടി പറഞ്ഞതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ സുരേഷ് ഗോപിയുടെ പ്രസ്താവന കണ്ടു. അത് അടിയന്തരമായി അന്വേഷിക്കണം. DPR മാറ്റേണ്ട സാഹചര്യം എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്, ആരാണ് ഇടപെട്ടെന്ന് നോക്കണം. ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഒരാൾ ശ്രദ്ധിച്ചില്ല. സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്ര NHAI ആയിട്ട് ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല. റീലെടുക്കൽ മാത്രമേ ഉണ്ടായുള്ളൂ, കോർഡിനേഷൻ ഉണ്ടായില്ല. കോർഡിനേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും പറഞ്ഞു കേരളത്തിന്റെ പ്രത്യേകത എന്താ, നിങ്ങൾ പ്ലാനിംഗ് ബോർഡിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കി. സോയിലിന്റെ മണ്ണിന്റെ പരിശോധന കേരളത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ മണ്ണിന്റെ ഘടന മാറുകയാണ്. 2 ലക്ഷത്തിലധികമുള്ള സോയിൽ ടെസ്റ്റുകളുടെ റിപ്പോർട്ട് നമ്മുടെ പ്ലാനിംഗ് ബോർഡിൽ ഉണ്ടായിരുന്നു. അപ്പോ ഇത് മണ്ണ് പരിശോധിക്കാതെ, സോയിൽ ടെസ്റ്റ് നടത്താതെ ഈ സാധനം കെട്ടിവെക്കുകയാണ് പലയിടത്തും. മനസ്സിലായില്ലേ? പില്ലർ ഉണ്ടാക്കി വെക്കുക, എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. മണ്ണ് പരിശോധന നടത്താതെ ചെയ്യാൻ പാടില്ല. മണ്ണെന്ന് വെച്ചാൽ കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ മണ്ണിന്റെ ഘടന മാറുക. ഇതൊക്കെ ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ്.